الله أكبر 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 لا إله إلا الله والله أكبر الله أكبر ولله الحمد الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അള്ളാഹുവിൻ്റെ മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. ഇന്ന് ഈദുൽ ഫിത്റാണ്, മുഅ്മിനീങ്ങളുടെ സന്തോഷത്തിന്റെ പെരുന്നാൾ. അത് ലോകത്തിന് വേണ്ടി മുഴുവനുമുള്ള പെരുന്നാൾ, മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള പെരുന്നാൾ, ജീവജാലങ്ങൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ, ആകാശഭൂമികൾക്ക് മുഴുവനത്തിനും വേണ്ടിയുള്ള പെരുന്നാൾ, അവകളിലുള്ള സകല വസ്തുക്കൾക്കും വേണ്ടിയുള്ള പെരുന്നാൾ, ഇങ്ങേയറ്റത്ത് പരമാണുക്കൾ മുതൽ അങ്ങേയറ്റത്ത് അർശ് വരെ നീണ്ടു കിടക്കുന്ന ബൃഹത്തായ പ്രപഞ്ചമഖിലാണ്ടത്തിനുമുള്ള പെരുന്നാൾ, മുസ്ലിമിനുള്ള പെരുന്നാൾ, അമുസ്ലിമിനുള്ള പെരുന്നാൾ. അതേ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരോട് ആവശ്യപ്പെട്ടു, എന്റെ ഉലൂഹിയത്ത് അംഗീകരിച്ച് ജീവിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന്. അല്ലാഹുവിന്റെ ഒരു ആവശ്യമാണത് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരോട്. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് രീതിയിലാണ് മനുഷ്യനെ കാണുന്നത് ഭൂമിയിൽ. ഒന്ന് മൊത്തത്തിൽ മനുഷ്യർ, രണ്ടാമത്തത് ഷഹാദത്ത് നൽകിയ മുസ്ലിമീങ്ങൾ. ആവശ്യങ്ങളെ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ അല്ലാഹു തആല ആദർശത്തിന്റെയും മനുഷ്യന്റെയും ഇടയിൽ വ്യത്യാസം കാണാറില്ല. സകല മതജാതി വിഭാഗങ്ങൾക്കും ഭക്ഷണം നൽകുന്നവൻ അല്ലാഹുവാണ്, സ്നേഹത്തോടെ സന്തോഷത്തോടെ. അവിടെ അള്ളാഹുവിന്റെ ദർബാറിൽ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ജൂതനെന്നോ മജൂസി എന്നോ
നിരീശ്വരവാദിയെന്നോ ഭൗതികവാദിയെന്നോ ഇല്ല. അള്ളാഹുവിന്റെ ദർബാറിൽ മനുഷ്യർ മുഴുവനും ഈ വിഷയത്തിൽ ഒരുപോലെയാണ്. ആകാശത്തെ മേൽക്കൂരയാക്കി തന്ന, ഭൂമിയെ വിരിപ്പാക്കി തന്നവൻ മനുഷ്യർക്ക് വേണ്ടി. ആകാശത്തെ മേൽക്കൂരയാക്കി തന്നവൻ മനുഷ്യർക്ക് വേണ്ടി. അവിടെ ജാതിയെയും മതത്തെയും പരിഗണിച്ചുകൊണ്ടല്ല ആ സംവിധാനം. ആകാശത്തിൽ നിന്ന് കുടിക്കാനുള്ള വെള്ളമിറക്കി തന്നവൻ, അതും ജാതിയും മതവും പരിഗണിച്ചുകൊണ്ടല്ല. മഴ പെയ്യുമ്പോൾ ഭൂമിയിൽ നിന്ന് വിളവുകളും കരികളും കായ്കളും ഉണ്ടാക്കുന്ന അല്ലാഹ് ജാതി മത വിഭാഗങ്ങളെ പരിഗണിച്ചുകൊണ്ടല്ല, മനുഷ്യനെ പരിഗണിച്ചുകൊണ്ട് സ്നേഹമുള്ള അല്ലാഹ്, സകല മനുഷ്യരോടും ഒരുപോലെ സ്നേഹമുള്ള അല്ലാഹ്, ജീവജാലങ്ങളോട് പ്രത്യേകിച്ച് മനുഷ്യനെ ഇക്റാം ചെയ്ത അല്ലാഹ്, മലക്കുകളെക്കാൾ ശ്രേഷ്ഠനായ മനുഷ്യൻ, ജിന്നുകളെക്കാൾ ശ്രേഷ്ഠനായ മനുഷ്യൻ, സകല സൃഷ്ടിജാലങ്ങളെക്കാളും ശ്രേഷ്ഠനായ മനുഷ്യൻ. അല്ലാഹു പറഞ്ഞു, വലഖദ് കർറംനാ ബനി ആദം, ആദമിന്റെ സന്തതികളെ ഞാൻ ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ കൊണ്ട് ആരും പറയിപ്പിച്ചതല്ല, സൃഷ്ടിച്ച് സംവിധാനിച്ച അള്ളാഹു സ്വയം പറഞ്ഞതാണ് നമ്മളോട്. ആ സ്നേഹത്തെ ഇല്ലാതാക്കാൻ ലോകത്തൊരു ശക്തി വിചാരിച്ചാലും കഴിയില്ല. ആ ഇഷ്ടത്തെ ഇല്ലാതാക്കാൻ ലോകത്ത് ആര് വിചാരിച്ചാലും കഴിയില്ല. മനുഷ്യനോട് അള്ളാഹു തആലക്കുള്ള സ്നേഹം നാം പറയാറുണ്ടല്ലോ. ബിസ്മി ചൊല്ലി വിവാഹം കഴിക്കുന്ന മുസ്ലിമിനും മക്കളെ കേൾക്കുന്നവൻ അല്ലാഹ്, യേശുവിനെ വിളിച്ച് കല്യാണം കഴിക്കുന്ന ക്രിസ്ത്യാനിക്കും മക്കളെ നൽകുന്നവൻ അല്ലാഹ്, രാമനെയോ കൃഷ്ണനെയോ അയ്യപ്പനെയോ മുത്തപ്പനെയോ വിളിച്ച് കല്യാണം നടത്തുന്ന ഹിന്ദുവിനും മക്കളെ നൽകുന്നവൻ അല്ലാഹ്, പാർട്ടി ഓഫീസിനെ മാലയിട്ട് കല്യാണം കഴിക്കുന്ന നിരീശ്വരവാദിക്കും ആദരവോടെ സ്നേഹത്തോടെ മക്കളെ നൽകുന്നവൻ അല്ലാഹ്, തൊട്ടടുത്തുള്ള ദർഗയിൽ ചെന്ന് തങ്ങളോട് പറഞ്ഞ് അൽഫാത്തിഹായും പറഞ്ഞ് ആ തങ്ങളെ പൊരുത്തവും ബർക്കത്തും മരിച്ചുപോയവരടുത്തുനിന്ന് വാങ്ങി കല്യാണം കഴിക്കുന്ന ഷീഈ മതക്കാരനും സ്നേഹത്തോടെ സന്തോഷത്തോടെ മക്കളെ നൽകുന്നവൻ അല്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അതേ സഹോദരങ്ങളെ, ആ അല്ലാഹു വലിയവനാണ്, ആ അല്ലാഹു മഹാനാണ്, ആ അല്ലാഹു എല്ലാറ്റിലും മുകളിലുള്ളവനാണ്, ആ അല്ലാഹു ഇസ്സത്തിന്റെ ഉടമയാണ്, ആ അല്ലാഹു സകല ഫളിന്റെയും ഉടമയാണ്. മനുഷ്യരോടും വല്ലാത്ത സ്നേഹമുള്ള, മനുഷ്യനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന അടിമ, എനിക്ക് എന്റെ അള്ളാനെ വേണം എന്ന് പറയുന്ന ഒരാൾ, അവൻ എത്ര വലിയ കൊലയാളിയായാലും ധിക്കാരിയായാലും അഹങ്കാരിയായാലും തോന്നിയവാസിയായാലും അള്ളാഹു അല്ലാത്ത ഏതേത് മതങ്ങൾ സ്വീകരിച്ച് ജീവിച്ചവനായാലും എനിക്ക് എന്റെ അള്ള മതി എന്നെങ്ങാനും അവന്റെ മനസ്സിന്റെ ഉള്ളിലൂടെ ഒരു ചെറിയൊരു മിന്നലാട്ടം ഉണ്ടായാൽ മതി, അപ്പോൾ തന്നെ അള്ളാഹു രണ്ട് കൈ നീട്ടി, എടാ നിനക്ക് നിന്നെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന അല്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഏത് വിഭാഗത്തിൽപ്പെട്ടവനായിരുന്നാലും ശരി, തിരിച്ചുവരവിന് ആഗ്രഹമുണ്ടെങ്കിൽ സ്വീകരിക്കാൻ അല്ലാഹു തയ്യാറാണ്. ഒരുപക്ഷെ അവൻ ഫാസിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സയനിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സെക്യുലറിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത വേറെ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടവനായിരിക്കാം. അങ്ങനെ ഭൂമിയുടെ മുകൾ തരപ്പിലൂടെ അരഞ്ഞു തിരിഞ്ഞു നടക്കുന്നതിന്റെ ഇടയിൽ ഇതൊന്നും ശരിയില്ല, എനിക്ക് എന്റെ അല്ലാഹു മതി എന്നെങ്ങാനും അവന്റെ മനസ്സിന്റെ ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ, എടോ നിന്നെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, വാ സന്തോഷത്തോടെ. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹാ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ യൗമ ലാ യുഖ്സില്ലാഹു നബിയ്യ വല്ലദീന ആമനൂ മഅ നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം യഖൂലൂൻ റബ്ബനാ അതിമിം ലനാ നൂറനാ ഫഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതാണ് അല്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ,
ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ആ അല്ലാഹു ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരാശിയോട് ചോദിക്കുകയാണ്, ഇവിടെ നീ എന്റെ ഉലൂഹിയത്ത് അംഗീകരിച്ച് ജീവിക്കാൻ തയ്യാറുണ്ടോ? എങ്കിൽ ഇതിനേക്കാൾ നല്ല സൗകര്യം നിനക്ക് നാളേക്ക് ഞാൻ ഒരുക്കി തരാം. ഇതിനേക്കാൾ നല്ല സൗകര്യം നിനക്ക് നാളേക്ക് ഒരുക്കി തരാം. ഇത് തൽക്കാലത്തേക്കുള്ളതാണ്. സ്ഥിരമായിട്ട് ഒരു ഗേഹം, സ്ഥിരമായിട്ടൊരു താമസ സ്ഥലം നിനക്കൊണ്ട് വരാൻ പോകുന്നു. അവിടത്തേക്ക് ഇതിനേക്കാൾ നല്ലത് ഞാൻ ഒരുക്കി തരാം. ഇവിടെ ഞാൻ നിന്നോടൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ നാളത്തേക്കുള്ളത് അങ്ങനെ ഫ്രീ ആയിട്ട് നൽകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ എന്റെ ഉലൂഹിയത്ത് അംഗീകരിക്കാൻ തയ്യാറുള്ളവർ പറ, അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഒഴിദ്ദത്തിൽ മുത്തഖീൻ, അവർക്ക് മാത്രമേ ഉള്ളൂ നാളത്തേത്. ഇന്നത്തേത് എല്ലാവർക്കും ഉള്ളതാണ്. അവിടെ ജാതിയോ മതമോ വ്യത്യാസമോ ഒന്നും അല്ലാഹു തആല നോക്കുന്നില്ല. അവിടെ അല്ലാഹു തആല പള്ളിയോ അമ്പലമോ ചർച്ചോ സിനഗോഗോ പാർട്ടി ഓഫീസോ ഇതൊന്നും അല്ലാഹു തആല പരിഗണിക്കുന്നില്ല. അല്ലാഹു തആല ചോദിച്ചതൊക്കെ ഭൂമിയിൽ കൊടുക്കുന്നു, ചോദിക്കാത്തതും കൊടുക്കുന്നു അവന്റെ ഔദാര്യം കൊണ്ട്. അവർക്കും ഇവർക്കും എല്ലാം വാരിക്കോരി ഞാനാണ് കൊടുക്കുന്നത് എന്ന് അല്ലാഹു തആല പറഞ്ഞതാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അവിടെ നിനക്ക് വല്ലതും തരണമെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, എന്റെ ഒരു വ്യവസ്ഥ പാലിക്കണം. എന്റെ ഉലൂഹിയത്ത് അംഗീകരിക്കാൻ നീ തയ്യാറാകണം. എന്താണ് ഈ ഉലൂഹിയത്ത്? ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലാഹ് നിനക്ക് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, നിന്നോട് മാത്രമേ ഞാൻ ദുആ ചെയ്യുള്ളൂ, നിന്നോട് മാത്രമേ ഞാൻ എന്തെങ്കിലും തരത്തിൽ സഹായം തേടുള്ളൂ, നിനക്ക് മാത്രമേ ഞാൻ നേർച്ച വഴിപാടുകൾ നടത്തുള്ളൂ. നീ അല്ലാത്ത ഒരാളെയും ഞാൻ പരിഗണിക്കുകയില്ല ഈ കാര്യത്തിൽ. അത് ഞാൻ തയ്യാറാണ് എന്ന് അംഗീകരിക്കുന്നതിന്റെ പേരാണ് അള്ളാന്റെ ഉലൂഹിയത്ത് അംഗീകരിക്കുക എന്നുള്ളത്. അള്ളാന്റെ ഭാഗത്തുനിന്ന് നബിമാര് വന്നിട്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ നാളത്തേക്ക് ആഗ്രഹമുള്ളവർ പറഞ്ഞു ഞാൻ തയ്യാറാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെയാണ് ഷഹാദത്ത് വരുന്നത്. എല്ലാവർക്കും തൗഫീഖില്ല. നാളത്തേക്ക് കരുതുന്നവർ, നാളെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവര് വ്യവസ്ഥ പാലിച്ചേ പറ്റൂ. ദുനിയാവിൽ ഒന്നും നഷ്ടപ്പെടാനില്ല. മൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. മനസ്സുള്ളവനിക്ക് അംഗീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളാം. ഇവിടെ ഒന്നും നഷ്ടപ്പെടുത്തൂല അല്ലാഹ്. അല്ലാഹു ക്രൂരനല്ല, അല്ലാഹു കടുപ്പക്കാരനല്ല. അല്ലാഹു ലത്തീഫും ബിൽ ഇബാദ്, അടിമകളോട് ദയയുള്ളവനാ, മയമുള്ളവനാ. റഊഫും ബിൽ ഇബാദ്, അടിമകളോട് കൃപയുള്ളവനാ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ബുദ്ധിമുട്ടിക്കലും അല്ലാഹു തആല ബുദ്ധിമുട്ടിക്കൂല. നാളെ വല്ലതും കിട്ടണമെങ്കിൽ, ഒരു മുറുക്ക് വെള്ളമെങ്കിലും കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യവസ്ഥ പാലിച്ചേ പറ്റൂ. അഥവാ പാലിച്ചില്ലെങ്കിൽ നിങ്ങളാണ് അതിന്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് നിങ്ങൾ നാളെ ഞാൻ കൊണ്ടുപോയി ഇടുക നരകത്തിലായിരിക്കും. നരകത്തിൽ വേവേണ്ട ചവറുകളായിരിക്കും നിങ്ങൾ. ഇവിടെ നിങ്ങൾ എന്റെ ഉലൂഹിയത്ത് അംഗീകരിക്കുന്നില്ലെങ്കിൽ. അപ്പോൾ പ്രവാചകന്മാർ ഇത് പറഞ്ഞപ്പോഴാണ് നമ്മൾ പറഞ്ഞത്, ഏറ്റവും അല്ലാഹുവേ, ഞാൻ ഏറ്റവും അശ്ഹദു, ഞാൻ ഇന്നു മുതൽ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എന്റെ അള്ളാനെ മാത്രമേ ഞാൻ പരിഗണിക്കുകയുള്ളൂ. അള്ളാഹു അല്ലാത്തൊരു ശക്തി, ഒരു വ്യക്തി, ഒരു വസ്തു, ഒരു ശൈഖ്, വലി, ജിന്ന്, മലക്ക്, അതേപോലെ തന്നെ ദേവി, ദേവൻ ഇല്ല, ഒരു കാര്യവും ഞാൻ അംഗീകരിക്കുകയില്ല. നിന്നെ മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും പരിഗണിക്കുകയുള്ളൂ. അത് ഞാൻ ഏറ്റവും അശ്ഹദു. ഇതാണ് ഷഹാദ. ഇതാണ് പള്ളി മുനാരത്തിൽ വെച്ച് മുഅദ്ദിൻ വിളിച്ചു പറയുന്ന ഷഹാദ. ഇതാണ് അത്തഹിയാത്തിൽ നമ്മൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ഷഹാദ. ഇതാണ് നാം ഓരോ സമയത്തും പ്രഖ്യാപിക്കുന്ന ഷഹാദ. അത് ആവർത്തിക്കണം എന്നല്ല പറയുന്നു. ഇത് കൂടെ കൂടെ ചൊല്ലണം എന്ന് അല്ലാഹു തആല പറയുന്നു, പ്രഖ്യാപിക്കണമെന്ന്. അശ്ഹദു അശ്ഹദു അശ്ഹദു. തയ്യാറാണ്. രാവിലെ എഴുന്നേറ്റിട്ടും പറയണം അശ്ഹദു, വൈകുന്നേരവും പറയണം അശ്ഹദു. കാരണം എന്തെങ്കിലും കാരണത്താൽ ഈ കരാറ് ലംഘിക്കപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് തിരുത്താൻ വേണ്ടിയിട്ടാണത്. ഈ ഷഹാദത്തിൽ ഒരു തരത്തിലുള്ള ഡാമേജും വരാൻ പാടില്ല. ഈ ഷഹാദത്തിൽ ഒരു തരത്തിലുള്ള ഡിസ്മിസിങ്ങും സസ്പെൻസിങ്ങും വരാൻ പാടില്ല. അതെപ്പോഴും സംരക്ഷിച്ചു നിർത്തണം. അതിനെ അല്ലാഹ് ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും ബിലാ ഇലാഹ ഇല്ലല്ലാഹ്. ജദ്ദിദു ഈമാനക്കും, നിങ്ങളെ ഈമാനെ നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കണം. കാരണം കേടുപാടുകൾ വന്നാൽ അപകടമാണ്. അതേപോലെ തന്നെ നവ്വിറു ഖുലൂബക്കും, നിങ്ങളെ മനസ്സിനെ നിങ്ങൾ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കണം. ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്. ഖുർആൻ, അവരാണ് മുഅ്മിനീങ്ങൾ.
അള്ളാഹു ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ആ കരാറ് പാലിക്കുക, നടപ്പിലാക്കൽ എങ്ങനെയാണ്, ആ ഷഹാദ എങ്ങനെയാണ്, ആ എഗ്രിമെന്റ് നിങ്ങൾ നടപ്പിലാക്കുക? മൗനം. അടിമകൾക്കൊന്നും പറയാനില്ല. അള്ളാന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു, അള്ളാഹു തആല പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട. വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫന്തഹു. ഞാൻ റസൂലിനെ അയക്കുന്നുണ്ട്, ആ റസൂൽ പറഞ്ഞു തരും ഉലൂഹിയത്ത് അനുസരിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന്. ആ റസൂലിനെ നിങ്ങൾ അംഗീകരിച്ചു കൊള്ളണം. തയ്യാറുണ്ടോ? ഉണ്ട് അല്ലാഹുവേ. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതാണ് രണ്ടാമത്തെ ഷഹാദത്തിന്റെ പ്രസക്തി. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് കരാറുമായി, ഈ രണ്ട് കരാർ അള്ളാഹ്ക്ക് കൊടുത്ത അടിമകളോട്, മുഅ്മിനുകളോട്, അതോടുകൂടി അവൻ മുസ്ലിമാകുന്നു. ഇതുവരെ മനുഷ്യൻ മാത്രമായിരുന്നു, ഇപ്പോൾ അവൻ മുസ്ലിമായി. ഇതുവരെ അവൻ മനുഷ്യൻ മാത്രമായിരുന്നു, ഇപ്പോൾ അവൻ മുഅ്മിനായി. ഇതുവരെ ഈ ദുനിയാവിന്റെ കാര്യങ്ങൾ ഒത്തുപോയാൽ മതിയെന്ന് ചിന്തിക്കുന്നവനായിരുന്നു, ഇപ്പോൾ അവൻ മരിച്ചതിന് ശേഷമുള്ള കാര്യം പൂർണ്ണമായി ഓക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നവനാണ് ഇപ്പോൾ അവൻ. അവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നു, നിന്റെ കരാറ് ഞാനൊന്ന് പരിശോധിക്കട്ടെ. ഒരു ദിവസം 5 നേരം നിസ്കരിക്കാൻ തയ്യാറുണ്ടോ? തയ്യാറുണ്ട് അല്ലാഹുവേ. ഖദ് ഖാമത്തിസ് സലാ, ഖദ് ഖാമത്തിസ് സലാ. അല്ലാഹു അക്ബർ. ഞാൻ തയ്യാറാണ് അല്ലാഹുവേ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, നീ അധ്വാനിച്ചുണ്ടാക്കിയ നിന്റെ പണമില്ലേ, നിന്റെ സമ്പത്തില്ലേ, അതിൽ 2.5% കൊല്ലം തികയുമ്പോൾ അർഹതപ്പെട്ട സാധുക്കൾക്ക് നീ കൊടുക്കണം. ഞാൻ പറഞ്ഞു തരാം ആർക്കൊക്കെ കൊടുക്കേണ്ടത് എന്ന്. എന്റെ പ്രവാചകൻ വിശദീകരിച്ചു തരും എത്ര ശതമാനം കൊടുക്കണമെന്നും ആർക്കൊക്കെ കൊടുക്കണമെന്നും. തയ്യാറുണ്ടോ? ഉണ്ടല്ലാഹുവേ. ലബ്ബൈക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. തയ്യാറാണ് അല്ലാഹുവേ. ഉടൻ തന്നെ അള്ളാഹുവിന്റെ വിളി വന്നു. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ ഇറക്കിയ മാസമാണ് റമളാൻ. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർവികന്മാരായ നബിമാർക്ക് കിതാബ് ഇറക്കി കൊടുത്തതും റമളാൻ. പൂർവികന്മാരായ നബിമാർക്ക് നോമ്പ് നിർബന്ധമാക്കിയത് അല്ലാഹു തആല ചോദിക്കുന്നു, ആ റമളാനിൽ ഒരു മാസം നിനക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്ന് നാവടക്കിയും ഹൃദയത്തെ ശ്രദ്ധിച്ചു നീ ജീവിക്കണം. രാത്രി നിസ്കരിക്കുകയും ചെയ്യണം. തയ്യാറാണോ? അശ്ഹദു. തയ്യാറാണ് അല്ലാഹുവേ. ഞാൻ നീയായിട്ട് കരാറ് ചെയ്തല്ലോ, ഇനി പിന്നെ ആ കരാറ് ആവർത്തിക്കേണ്ട, നീ ചോദ്യം ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാഹ് ലബ്ബൈക്. ഞാൻ തയ്യാറാ. ശവ്വാൽ ഈദുൽ ഫിത്റാണ് ഇന്ന്. ഇന്നോടുകൂടി ഹജ്ജിന്റെ ദിവസങ്ങൾ ആരംഭിക്കലായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുഅ്മിനീങ്ങളോട്, ഷഹാദത്ത് പറഞ്ഞവരോട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കരാറ് കൊടുത്തവരോട്, ലാ ഇലാഹ മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് കരാറ് കൊടുത്തവരോട് അള്ളാഹുവിന്റെ ചോദ്യമാണ്, പോരാ, നിങ്ങളിൽ നിന്ന് അർഹതപ്പെട്ടവർ നിങ്ങളെ ഗ്രാമങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട്, നിങ്ങളെ പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട്, നിങ്ങളെ കുടുംബത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് എന്റെ വീട്ടിലേക്കൊന്ന് വരണം, എന്റെ ഓഫീസിലേക്കൊന്ന് വരണം, എന്റെ ഭവനത്തിലേക്കൊന്ന് വരണം. നിങ്ങളോട് ചില കാര്യങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളുമായിട്ടൊന്ന് കരാറ് ചെയ്യാനുണ്ട്. തയ്യാറുണ്ടോ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. എങ്ങനെയായിരിക്കും നിങ്ങളത് നിർവഹിക്കുക? അല്ലാഹു തആല പറഞ്ഞു, എന്റെ പ്രവാചകൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതേ, റസൂലുള്ളാഹി പറഞ്ഞു, ഖുദൂ അന്നി മനാസിക്കക്കും. ഹജ്ജ് എങ്ങനെ നിർവഹിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതേപോലെ അങ്ങ് നിർവഹിച്ചാൽ മതി. കംപ്ലീറ്റ് അല്ലാഹുക്ക് തവക്കുൽ ചെയ്താൽ മതി. അല്ലാഹു അക്ബർ. എന്ത് മനോഹരമാണ് കൂട്ടരെ ഇസ്ലാം. ആരാണ് ഇസ്ലാമിനെ വികലമാക്കിയത്? ആരാണ് ദീനുൽ ഇസ്ലാമിനെ മലീമസമാക്കിയത്? ഇതിൽ മുശ്രിക്കീങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. കാഫിരികൾക്ക് ഒരു പങ്കും ഒരു വിഹിതവും ഇതിൽ കിട്ടാനില്ല. ഒന്നും കിട്ടാനില്ല. ദർഗയിൽ ദർഗയ്ക്ക് അഭയം തേടുന്നവർ, അതേപോലെ തന്നെ ദുനിയാവിന്റെ വസ്തുക്കൾ ദീനാറിലും ദിർഹമിലും അഭയം തേടുന്നവർ, ജിന്നിലും മലക്കിലും അഭയം തേടുന്നവർ, ശൈഖിലും വലിയിലും അഭയം തേടുന്നവർ, ഹവയിലും ബുദ്ധിയിലും അഭയം തേടുന്നവർ, സയൻസിലും സോഷ്യലിലും അഭയം തേടുന്നവർ, എല്ലാം ഈ അഭയത്തിന്റെ പേരിലാണ് നിങ്ങളുടെ ഈ പ്രഖ്യാപനത്തിന്റെ പ്രവർത്തനമെങ്കിൽ നിഷ്ഫലമാണ്. ഷഹാദത്തിന്റെ പേരിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ചെയ്. നാളത്തേക്ക് ഒരു പോയിന്റ് പോലും കുറയാതെ 1-ന് 10 ഞാൻ നൽകാം, 1-ന് 70 നൽകാം, 1-ന് 700 നൽകാം. കണക്കില്ലാതെ എന്റെ അടുക്കലുണ്ട്, അതും ഞാൻ നൽകാം. അവിടെയാണ് നമ്മുടെ ഷഹാദത്ത് പുതുങ്ങേണ്ടത്. ഇന്നു മുതൽ അതിനുള്ള ദിവസമാണ്. ഇന്ന് നാം ഷഹാദത്ത് കൃത്യമായി നാം റമദാൻ മാസത്തിൽ വീണ്ടെടുത്തത് 4 കാര്യങ്ങളാണ്. ഒന്ന്, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ല റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫക്സിറു ഫിഹാ 4 ഖിസാൽ. 4 കാര്യങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിച്ചോളൂ റമദാൻ മാസത്തിൽ. ഒന്നാമത്തത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, രണ്ടാമത്തത് അൽ ഇസ്തിഗ്ഫാർ,
ഒന്നാമത്തത് നിങ്ങളെ കരാറ് പുതുക്കുക എന്നതാണ് റമദാനിൽ വേണ്ടത്. രണ്ടാമത്തത് കഴിഞ്ഞ 11 മാസം കരാറിനെതിരായി വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇസ്തിഗ്ഫാറാണ് ചെയ്യേണ്ടത്. 3ഉം 4ഉം അത് നിങ്ങൾക്ക് ഞാൻ ഓഫർ ചെയ്യുന്നു. ഒന്ന് സ്വർഗപ്രവേശനമാണ്, മറ്റേത് നരകമോചനമാണ്. ഇതാണ് 4 കാര്യം റമദാനിൽ നടക്കേണ്ടത്. അത് ഇന്നു മുതൽ ചാലുവാവണം. എല്ലാവരും ഉണ്ടാവില്ല. ഒരുപാട് ആൾക്കാർ 100 മാർക്ക് കിട്ടിയവർ, അതെ, അവർ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിയവർ, അവർ പകൽ അന്തിയോളം നോമ്പനുഷ്ഠിച്ചു, രാത്രി ഖിയാമുൽ ലൈൽ തറാവീഹ് നിസ്കരിച്ചു. അവസാനത്തെ 10ആയപ്പോൾ ലക്ഷോപലക്ഷം കോടാനക്കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾ അല്ലാഹുവിന്റെ പള്ളിയിൽ അഭയം തേടി ഇത്തിക്കാഫുമായി കഴിഞ്ഞുകൂടി അല്ലാഹുവിന്റെ ദർബാറിനെ ലോകത്തിന് വേണ്ടി അനുകൂലമാക്കിയെടുക്കാൻ. പിന്നെ ഖിയാമുൽ ലൈൽ അല്ലാഹു തആല രാത്രി 2 മണിക്ക് 2:30 മണിക്ക് 1-ാം ആകാശത്തിൽ ഇറങ്ങി വരും. ആ സമയം പ്രതീക്ഷിച്ചുകൊണ്ട് വീട്ടിലും പള്ളിയിലുമായി ഉറക്കമൊഴിഞ്ഞ് കാത്തിരുന്നവർ, ദിക്ർ ചെയ്ത് കാത്തിരുന്നവർ, തസ്ബീഹ് ചെയ്ത് കാത്തിരുന്നവർ, അങ്ങനെ രാത്രി 3-2 കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നീണ്ട നീണ്ട ദുആകൾ ചെയ്തവർ, ഇഫ്തിതാഹിന്റെ ദുആ, റുകൂയിലെത്തിയപ്പോൾ അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു വലക അസ്ലംതു ഖശഅലക സംഇ വബസരി വമുഖി വഅളമി വഅസബി. ഇത്തിദാലിലെത്തിയപ്പോൾ സാധാരണക്ക് പുറമെ അല്ലാഹു ലസ്സനാഇ വൽ മജിദ് അഹഖു മാ ഖാലൽ അബ്ദ് വകുല്ലുനാ ലക അബ്ദ് അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. സുജൂദിലെത്തിയപ്പോൾ സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി اللهم اغفر لي ذنبي كله ودقه وجله وأوله وآخره وعلانيته وسره. اللهم لك سجدت وبك آمنت ولك أسلمت. سجد وجهي للذي خلقه وصوره وشق سمعه وبصره بحوله وقوته فتبارك الله أحسن الخالقين. ഇടയിലെത്തിയപ്പോൾ റബ്ബി ഇഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഇനി വർസുഖ്നി വഹ്ദിനി വആഫിനി. വീണ്ടും സുജൂദിലേക്ക് പോയപ്പോൾ സുബ്ഹാന അല്ലാഹു അക്ബർ. 1/4 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയാണോ കൂട്ടരെ ഇത്? അതെ, ബലഹീനർ, രോഗികൾ പള്ളിയിലെ സാദാ ഇമാമിന്റെ പിറകിൽ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ 11 റക്അത്ത് നിസ്കരിച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങി സമയം ചലിച്ചവർക്കെതിരെ യാതൊരു പങ്കുമില്ല. പക്ഷെ ചെലവഴിച്ചവരുടെ ഒരു ഓഹരി അവർക്കുണ്ട്. അവർ ബലഹീനരാണ്, അവർ ഉറക്കം ഒഴിയാൻ ബുദ്ധിമുട്ടുള്ളവരാണ്, ക്ഷീണിതരാണ്, രോഗികളാണ്. അതെ, രാത്രി സമയത്ത് അള്ളാഹുവിന്റെ ഇറങ്ങലിനെ പ്രതീക്ഷിച്ച് കാത്തിരുന്ന 2 മണി 2:30 മണി 3 മണി 4 മണി സമയത്ത് ഏ അല്ലാ ഉമ്മത്തിന് മുഴുവനും നൽകണേ അല്ലാ, മശാരിക്കുൽ അർദ് മുതൽ മഗ്രിബ് വരെ നൽകണേ അല്ലാ. അതേപോലെ ഒരു ദുആ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദുആ, അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വഅഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക് ലി ഫീമാ അഅതൈത് വഖിനി ശർറ മാ ഖളൈത്. ജാമിഉ മാനിയുമായ ദുആ എവിടെ വെച്ച് വേണമെങ്കിൽ, ഏത് സമയത്ത് വേണമെങ്കിൽ, നൃത്തത്തിലാണെങ്കിൽ നൃത്തത്തിൽ, ഈത്താലിലാണെങ്കിൽ ഈത്താലിൽ, സുജൂദിലാണെങ്കിൽ സുജൂദില് ഈ ദുആ എന്ന നിലയ്ക്ക് പറഞ്ഞു ഉമ്മത്ത്, എല്ലാ ലോകത്തിന് വേണ്ടി, മുഴുവനും വേണ്ടി. ഈ പ്രാവശ്യം പ്രത്യേകമായിട്ട് മുവഹിദുകൾ, ഇതെല്ലാം ഓഹരി ആർക്കുള്ളതാണ്? മുവഹിദുകൾക്ക് മാത്രമുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദ പൂർത്തിയാക്കിയവർക്കുള്ളതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ഷഹാദ പൂർത്തിയാക്കിയവർക്കുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിച്ചുപോയവരെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും മലക്കുകളെ കൊണ്ടും ഷഹാദയെ ബാത്തിലാക്കിയവർക്ക് ഇതില്ല. ശൈഖുകളെ കൊണ്ടും വലിയകളെ കൊണ്ടും ഇമാമിനെ കൊണ്ടും മറ്റും ലാ ഇലാഹ മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ഷഹാദയെ ബാത്തിലാക്കിയവർക്ക് ഇതില്ല. ഒറിജിനൽ ഷഹാദ, പ്യൂർ തൗഹീദ്, പ്യൂർ റിസാല, അത് പൂർത്തിയാക്കിയവർക്കാണ് പാതിരാ നേരത്തി വിളി. ആകാശത്തിന്റെ റബ്ബ് കേൾക്കുകയാണ്. ആകാശത്തിൽ വെച്ച് അല്ലാഹു തആല വിളിക്കുന്നു, അലാ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറുല. പൊറുക്കലിനെ തേടാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട്? ഞാൻ പുറത്തു തരാൻ തയ്യാറാണ്. ഉണ്ടല്ലാഹുവേ, ഞാനും എന്റെ കുടുംബവും ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കുകയാണ്. നിന്റെ ഹബീബ് പഠിപ്പിച്ചതുപോലെ. നിന്റെ ഹബീബ് അങ്ങനെയാണ് പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. ഇദാ കാന ലസ്റുൽ അഖ്വാഫി, റമദാൻ മാസത്തിന്റെ അവസാനത്തെ 10 ശബ്ദം ഇസ്റഹു, നബി തങ്ങൾ അര മുറുക്കി കൊടുക്കും. രാത്രി മുഴുവൻ ഉറങ്ങാതെ കഴിച്ചു കൂട്ടും. ഭാര്യ മക്കളെയൊക്കെ വിളിച്ചു കൂട്ടിയിരുത്തും. എന്നിട്ട് അല്ലാഹു ഇറങ്ങുന്ന സമയം നോക്കി കരയും. 1000 വാക്കുകളെക്കാൾ വലുതാണ് ഒരു മുഅ്മിനിന്റെ ഒരു തുള്ളി കണ്ണുനീർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു കബൂലാക്കട്ടെ. 2 പുതുകാര്യങ്ങൾ അല്ലാഹുവിനോട് മുഅ്മിനീങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. 2 വിഷയങ്ങൾ. ഒന്ന്, ഫലസ്തീൻ എന്ന രാജ്യം ബൈത്തുൽ മുഖദ്ദസ് അടക്കം അഹ്ലുസുന്നയുടെ കയ്യിലേക്ക് അല്ലാഹു തആല കൊടുക്കണം.
അത് ശരീഅത്തിന്റെ അടിസ്ഥാനത്തിലും കൊടുക്കണം, സിയാസ രാഷ്ട്രീയത്തിന്റെ അധികാരത്തിലും കൊടുക്കണം. ജൂത സമൂഹത്തെയും അവർക്ക് പിന്തുണയേകുന്നവരെയും കയ്യിൽ അത് വരാൻ പാടില്ല. പഴയകാല ജൂതന്റെ കയ്യിലും വരാൻ പാടില്ല, പുതിയ കാല ജൂതന്റെ കയ്യിലും വരാൻ പാടില്ല. അമ്മിമ്പറിൽ വെച്ച് അഷ്റഫുൽ ഖൽക്കിനെ ചീത്ത പറയുന്നവർ, അമ്മിമ്പറിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖിനെയും അലി ഉമർ ഫാറൂഖിനെയും തെറി പറയുന്നവർ, അമ്മിമ്പറിൽ വെച്ച് ആയിഷത്തു സിദ്ദീഖാനെ തെറി പറയുന്നവർ, അമ്മിമ്പറിൽ വെച്ച് ഉമർ ഫാറൂഖിന്റെ മകൾ അഫ്സാനെ തെറി പറയുന്നവർ, അമ്മിഹ്റാബിൽ വെച്ച് സഹാബാക്കളെ ചീത്ത പറയുന്നവർ, അവരെ കയ്യിലേക്കും അത് വരാൻ പാടില്ല. അവരെ സപ്പോർട്ട് ചെയ്യുന്ന വലിയ ജൂതന്റെ കയ്യിലേക്കും വരാൻ പാടില്ല. അഹ്ലുസുന്നയുടെ കയ്യിലേക്ക് വരണം. ഇത് ദുആ ആണ് അവസാനത്തെ 10-ലെ. രണ്ടാമത്തെ ദുആ, നാട്ടിന്റെ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇന്ത്യ രാജ്യത്ത് ആര് ഭരിക്കണം അടുത്ത 5 കൊല്ലം എന്നത്, അതേ ഭരണമാറ്റത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. മാലിക്കുൽ മുൽക്ക് അല്ലാഹുവാണ്. തൂത്തിൽ മുൽക്ക മൻ തശാ അല്ലാഹുവിനെ പറ്റിയാണ്. വതൻസിഉൽ മുൽക്ക മിമ്മൻ തശാ അല്ലാഹുവിനെ പറ്റിയാണ്. ഇന്ത്യ ആര് ഭരിക്കണം എന്നത് തീരുമാനിക്കേണ്ടത് അല്ലാഹുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോടാണ് പറഞ്ഞത്, നിങ്ങൾ നേരെ ചൊവ്വേ എനിക്ക് തന്ന ഉലൂഹിയത്ത് പാലിച്ച് ജീവിച്ചാൽ നല്ല ഭരണാധികാരികളെ നിങ്ങളെ ഞാൻ ഏൽപ്പിക്കും. നിങ്ങൾ എങ്ങാനും ഷഹാദത്തിൽ ലംഘിച്ചാൽ വാലിമായ അപകടകാരിയായ ഭരണാധികാരികളെ നിങ്ങളെ ഞാൻ ഏൽപ്പിച്ച് നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കും. ഇത് അള്ളാഹുവിന്റെ ബുദ്ധിമുട്ടിക്കലാണ്, അള്ളാഹുവിന്റെ സ്നേഹിക്കലുമാണ്. അതുകൊണ്ടാണ് മുവഹിദുകൾ പള്ളിയിൽ വെച്ച് പാതിരാ നേരത്ത് പറഞ്ഞത്, അല്ലാഹ്, യോഗ്യതയുള്ള കുറച്ചാളെങ്കിലും ഇന്ത്യ രാജ്യത്തുണ്ടല്ലോ അല്ലാ, അവരെ പരിഗണിച്ച് മറ്റുള്ളവരെയും സഹായിക്കണേ അല്ലാ. മുസ്ലിമീങ്ങൾ ആവശ്യക്കാരാണ്, ഷിയാക്കൾ ആവശ്യക്കാരാണ്, ഹിന്ദുക്കൾ ആവശ്യക്കാരാണ്, ക്രിസ്ത്യാനികൾ ആവശ്യക്കാരാണ്. അനുകൂലമായ രീതിയിൽ ഒരു ഭരണ സംവിധാനം നീ ഉണ്ടാക്കണേ അല്ലാഹുവേ. ഇതും ഈ പ്രാവശ്യത്തെ റമദാനിന്റെ സ്പെഷ്യൽ ദുആ. അല്ലാഹ് എല്ലാം കബൂലാക്കട്ടെ. അല്ലാഹു തആല പൂർണ്ണമായി നമ്മളെ സ്വീകരിക്കട്ടെ. നമ്മുടെ റമദാൻ മാസത്തെ അല്ലാഹു തആല കബൂലാക്കട്ടെ. നമ്മുടെ ഖിയാമുൽ ലൈലും തറാവീഹും ഖിയാമുൽ ലൈലും ഇഹ്യാഉൽ ലൈലും ഇഅ്തികാഫും അല്ലാഹു കബൂലാക്കട്ടെ. അന്ന് മശ്രിഖ് മുതൽ ഇങ്ങ് മഗ്രിബ് വരെ, ഇങ്ങ് മശ്രിഖ് മുതൽ അങ്ങ് മഗ്രിബ് വരെ, അന്ന് ഷമാൽ മുതൽ ജനൂബ് വരെ കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുകയാണ്. അതെ, ഒരു മാസത്തെ നോമ്പിന്റെ ആഘോഷം, ഖിയാമുൽ ലൈലിന്റെ ആഘോഷം, തറാവീഹിന്റെ ആഘോഷം, ഉറക്കമൊഴിച്ചലിന്റെ ആഘോഷം. എന്തൊരു രസമാണ്, എന്തൊരു സന്തോഷമാണ്. അല്ലാഹ്, നീ തന്നെയാണ് വലിയവൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. أقول قولي هذا والله أعلم وأستغفر الله العظيم لي ولكم وأستعفيه عني وعنكم وعن جميع المسلمين والمؤمنين أجمعين واستغفروه إنه هو الغفور الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم اصلحنا واصلح ائمتنا وامتنا وولاتنا وولاة امورنا واجعل امورنا بايدي خيارنا حتى يقودنا الى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك اسر المأسورين واقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا واولادنا وازواجنا وعلى جميع الحجاج والعمار والغزاة والمسافرين والمجاهدين في سبيلك صادرين والدين في بيتك وبحرك وجوفك أجمعين يا رب العالمين. اللهم اعزنا واعز الإسلام والمسلمين. اللهم انصرنا وانصر الإسلام والمسلمين. اللهم ألف بين قلوب المسلمين الموحدين وأصلح ذات بينهم يا رب العالمين. اللهم أذل الشرك والمشركين وأذل الكفر والكافرين وأذل الإلحاد والملحدين. اللهم شتت شملهم وفرق جمعهم وقل عددهم وخالف بين كلماتهم وزلزل أقدامهم وخرب ديارهم يا رب العالمين. اللهم مزق المملكة المشركين الكافرين الحربيين الظالمين اليهود والنصارى والشيعيين بعزتك وقدرتك يا رب العالمين ويا أكرم الأكرمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه محمد وآله وصحبه أجمعين. سبحان ربك رب العزة